കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. 2020 NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം NDA മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. 2020 പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. 2020 NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം NDA മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ 2020 പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ 20 വർഷമായി മുടങ്ങിക്കിടന്ന മുഴുവൻ പദ്ധതികളും അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. നമുക്കൊരു മാറ്റം ആവശ്യമാണ്. 70 വർഷക്കാലം നമ്മൾ LDFന് അവസരം കൊടുത്തു, UDFന് അവസരം കൊടുത്തു. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളൊക്കെ എന്ത് നേടി? നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിക്കും. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ തലയാട്ടണ്ട. നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി? ഈ 70 വർഷം ഭരിച്ചിട്ട് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു? നിങ്ങളുടെ കുട്ടികൾക്ക് എന്ത് ഭാവി ഉണ്ടാക്കി കൊടുത്തു? നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇനി നിങ്ങളും ഞാനുമൊക്കെ ഈ ലോകം വിട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട് ഒരു 30-40 വർഷത്തിനുള്ളിൽ. അന്നേരം ആ മരിക്കാൻ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ തിണ്ണയിൽ, ഏതെങ്കിലും ICUവിൽ കുഴലുകളൊക്കെ പിടിച്ച് സൈക്കിൾ ചവിട്ടി കിടക്കുന്ന സമയത്ത് തങ്ങളുടെ മക്കളെ കാണുന്ന വിചാരിച്ചാൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഇനി ഈ ലോകം വിട്ടു പോകുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു തരാനായിട്ട് നിങ്ങളുടെ മക്കൾ കൂടെ ഉണ്ടാവുമോ? അപ്പോൾ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ വോട്ട് എനിക്ക് വേണ്ടിയിട്ടോ NDAക്ക് വേണ്ടിയിട്ടോ BJPക്ക് വേണ്ടിയിട്ടോ 2020ക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ഓരോ വോട്ടും നിങ്ങളുടെ വളർന്നു വരുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വോട്ടായിരിക്കണം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. 70 വർഷം LDFനും UDFനും അവസരം കൊടുത്തു. ഒരേ ഒരു പ്രാവശ്യം 5 വർഷം ഞങ്ങൾക്കൊരവസരം താട്ടെ, NDAക്ക് ഒരു അവസരം താട്ടെ. നിങ്ങൾ പരീക്ഷിച്ചു നോക്ക്. പറ്റിയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കിക്കോ. ഇത് ഞാനൊരു കാര്യം പറയുന്നു, അങ്ങനെ NDAയുടെ നമ്മുടെ സ്ഥാനാർത്ഥി സണ്ണി തോമസ് വിജയിച്ചാൽ ഈ മൂവാറ്റുപുഴയുടെ ചരിത്രം മാറ്റിത്തരാം. 70 വർഷം കൊണ്ട് LDFും UDF നേതാക്കന്മാരും എന്ത് ചെയ്തോ ആ 70 വർഷം കൊണ്ട് ചെയ്തതിൻ്റെ 10 ഇരട്ടി 5 വർഷം കൊണ്ട് നടപ്പിലാക്കി തരാമെന്ന് ഉറപ്പ് നൽകുന്നു. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴെ, BJP മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് T ചന്ദ്രൻ, വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് B ബിനുകുമാർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ P മോഹൻ, NDA ഇലക്ഷൻ കൺവീനർ സെബാസ്റ്റ്യൻ മാത്യു, 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാൾസ് പോൾ, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഹിസ്റ്റി എം സാനി, ഡോക്ടർ ഷർമിള, ബെന്നി തോമസ്, NDA നേതാക്കളായ വിൽസൺ MS, VC ഷാബു, AS വിജുമോൻ, അജീഷ് തങ്കപ്പൻ, KK അനീഷ് കുമാർ, ശ്രീജിത്ത് നാരായണൻ, അഡ്വക്കേറ്റ് CV ജോണി തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രിയമുള്ളവരെ, മനസ്സിൽ 8-9 വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ചില സ്വപ്നങ്ങളുടെ പൂർത്തീകരണമാണ് 2020യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാനിവിടെ മത്സരിക്കുമ്പോൾ എനിക്ക് സ്വന്തമാകുന്നത്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ NDAയുടെ ഈ രാജ്യത്തോടുള്ള ചുമതലകളെക്കുറിച്ച്, ഭരണ നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അടുത്ത കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം, ഒന്ന്, നമ്മുടെ ഈ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളായി തന്ത്രപരമായി ഉണ്ടാക്കിയ ചില നടപടികളും നീക്കങ്ങളുമാണ്. അതിനേക്കാളുപരി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധസമയത്ത് നിങ്ങൾക്കറിയാം, എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ എവിടെയെങ്കിലും നങ്കൂരമിട്ട് കിടക്കുമ്പോൾ ബോംബറുകൾ ചുറ്റി തിരിയുന്ന, മിസൈലുകൾ ചീറിപ്പായുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായ ത്രിവർണ പതാകയുമായി കപ്പലുകൾ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ ആണൊരുവൻ ഇന്ത്യ മഹാരാജ്യത്തെ ഭരിക്കുന്നത് കൊണ്ടാണ്. ആ കരങ്ങൾക്ക് ശക്തി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ആ ഭരണത്തിന്റെ നേട്ടങ്ങൾ ഈ കേരളത്തിലും കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. മൂവാറ്റുപുഴ മുന്നേറണം. ഈ മൂവാറ്റുപുഴ മുന്നേറണം. നമുക്കറിയാം, ഇലക്ഷൻ സമയത്ത് മൂവാറ്റുപുഴയിൽ 3 ബൈപ്പാസുകൾ ഉയർന്നു വരും. 10-15 വർഷമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇലക്ഷന്റെ സമയത്ത് UDFും LDFും 3 ബൈപ്പാസുകൾ പൊക്കിക്കൊണ്ടുവരും.
ഇലക്ഷൻ കഴിയുമ്പോൾ ആ ബൈപ്പാസുകൾ മൂവാറ്റുപുഴയാറിന്റെ അടിയിലേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. NDAയുടെ സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചാൽ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്ന ഒരു നേതാവ് നമുക്കുണ്ട്. പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് പണമൊഴുക്കാൻ കെൽപ്പുള്ള നേതാക്കൾ നമുക്കുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.